ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം ഖുർആനിനെ എങ്ങനെ സമീപിക്കണം. ഖുർആനിലെ പദങ്ങളുടെ അർത്ഥം, വ്യാഖ്യാനം, വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ച് കൊടുക്കുന്നതും വ്യാഖ്യാനിച്ച് കൊടുക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും അള്ളാഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബികൾക്ക് അതേപോലെ വിശദീകരിച്ച് കൊടുക്കുന്നു, വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നീട് അതിന് വൈരുദ്ധ്യമായി ആരും വ്യാഖ്യാനിക്കാനോ മറ്റ് അർത്ഥങ്ങൾ കൊടുക്കാനോ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു പറഞ്ഞു, ഫൈദാ ഖറഅനാഹു ഫത്തബി ഖുർആന സുമ്മ ഇന്ന അലൈന ബയാന. ആകയാൽ നാം അത് അഥവാ ആ ഖുർആൻ ഓതിത്തന്നാൽ നീ ആ ഓത്ത് പിൻപറ്റിക്കൊള്ളുക, പിന്നീട് അത് വിവരിച്ചു തരൽ നമ്മുടെ മേലാണ് ബാധ്യത. ഇത് സൂറത്തുൽ ഖിയാമിലെ 75-ാം അധ്യായം 18-ാം വചനാണ്. തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നു, പിന്നീട് അത് വിവരിച്ചു തരൽ നമ്മുടെ മേലാണ് ബാധ്യത. അതിനർത്ഥം അത് മനഃപ്പാഠമാക്കുകയും പാരായണം ചെയ്യുകയും ചെയ്തതിന് ശേഷം നാം അത് നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിക്കുകയും വ്യക്തമാക്കി തരികയും ചെയ്യുന്നു. അതുപോലെ നാം ഉദ്ദേശിച്ചതും നിയമമാക്കിയത് പ്രകാരവും അതിൻ്റെ അർത്ഥം നിനക്ക് നാം ബോധനം നൽകുകയും ചെയ്യുന്നതാണ്. അതേപോലെ അള്ളാഹു പറഞ്ഞു, വഅല്ലമക മാലം തകുൻ തഅലമു. അറിയുമായിരുന്നില്ലാത്തത് അവൻ നിനക്ക് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് സൂറത്ത് നിസാ 4-ാം അധ്യായം 113-ാം വചനാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു കൊടുത്തതും പഠിപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കും റളിയല്ലാഹു അൻഹും മുഴുവൻ മനുഷ്യർക്കും വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു പറഞ്ഞു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. നിനക്കും ഈ പ്രമാണം ഖുർആൻ നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. മനുഷ്യർക്ക് ഇറക്കപ്പെട്ടതിനെ അവർക്ക് നീ വിവരിച്ചു കൊടുക്കാൻ വേണ്ടി. മനുഷ്യർക്ക് ഇറക്കപ്പെട്ടത് അന്നത്തെ മനുഷ്യരാരാ? സഹാബാക്കളാണ് റളിയല്ലാഹു അൻഹും. അവർ ചിന്തിച്ചു നോക്കുകയും ചെയ്തേക്കാമല്ലോ. ഇത് സൂറത്തുൻ നഹ്ൽ 16-ാം അധ്യായം 44-ാം വചനാണ്. അതേപോലെ അള്ളാഹു പറഞ്ഞു, വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അവരെ സഹാബാക്കളെ റളിയല്ലാഹു അൻഹും സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ നിയോഗിച്ചവനത്രേ അവൻ. ഇത് സൂറത്തുൽ ജുമുഅ 62-ാം അധ്യായം 2-ാം വചനം. അതിൻ്റെ തബരി തഫ്സീറിൽ കാണാം, അവർക്ക് അഥവാ സഹാബികൾക്ക് റളിയല്ലാഹു അൻഹും വേദഗ്രന്ഥം പഠിപ്പിക്കുന്നു. ഇതിനർത്ഥം അവൻ പറയുന്നു, അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അവനെ പഠിപ്പിക്കുന്നു. അതിലുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയും നിരോധനവും അവൻ്റെ മതത്തിൻ്റെ നിയമങ്ങളും പഠിപ്പിക്കുന്നു സഹാബാക്കളെ റളിയല്ലാഹു അൻഹും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് പഠിച്ച സഹാബികളുടെയും അവരിൽ നിന്ന് നേരിട്ട് പഠിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ സമൂഹം എന്ന് പറഞ്ഞ അടുത്ത 2 തലമുറകളായ താബീങ്ങളുമായ സലഫുകളുടെ തഫ്സീറുകളിലാണ് അതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച അർത്ഥവും വ്യാഖ്യാനവും വിശദീകരണവും ഉണ്ടാവുക. ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ ഖുർആനിൽ നിന്ന് തന്നെ അതിൻ്റെ തെളിവുകൾ പഠിച്ച് മനസ്സിലാക്കി. ആദ്യത്തെ സഹാബാക്കളുടെയും പിന്നീട് വന്ന താബീങ്ങളും താബികളുടെ സമൂഹമാണ് ഏറ്റവും ഉത്തമ സമൂഹമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും. അള്ളാഹു അർത്ഥം വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അതിനെതിരായി പറയാൻ അനുവാദമില്ല എന്നിരിക്കെ
നാം വളരെ അധികം ജാഗ്രത പുലർത്തണം. അതിനുള്ള തെളിവെന്താ? അള്ളാഹു പറഞ്ഞു, വലൗ തഖബ്ബല അലൈന ബാദൽ അഖാവീൽ, അദ്ദേഹം റസൂൽ നമ്മുടെ പേരിൽ വല്ല കളവും കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, അദ്ദേഹത്തെ നാം വലങ്കൈ കൊണ്ട് പിടിച്ച് ശിക്ഷിക്കുമായിരുന്നു. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ഹൃദയത്തിലെ ജീവനാഡിയെ നാം മുറിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് സൂറത്തുൽ ഹാഖിലെ അധ്യായം 69, 44, 45, 46 വചനങ്ങളാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരിക്കലും ചെയ്യൂല. പക്ഷെ അല്ലാഹ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനാടി ഞാൻ വെട്ടും. അതുകൊണ്ട് ആർക്കും എന്തും പറയാൻ, പ്രസംഗിക്കാൻ, മൈക്ക് കിട്ടിയാൽ പ്രസംഗിക്കാൻ, അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. ഖുർആനിലെ പദങ്ങളുടെ അർത്ഥം നമുക്ക് സുപരിചിതമായ ഭാഷാ അർത്ഥവുമായി യോജിക്കാം. ഡിക്ഷണറി അർത്ഥവുമായി യോജിക്കാം, യോജിക്കാതിരിക്കാം. ഭാഷാർത്ഥവുമായി യോജിക്കാത്ത അർത്ഥമാണ് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെങ്കിൽ, ഡിക്ഷണറി അർത്ഥമല്ലാത്തതാണ് ഒരു അർത്ഥമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ, ശർഹിയായ അർത്ഥം, അവിടെ നാം ഭാഷാർത്ഥം കൊടുത്താൽ നാം പിഴച്ചു പോകും. ബാറക്കല്ലാഹു ഫീക്കും. ഉദാഹരണമായി അള്ളാഹു പറഞ്ഞു, വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് മരണം വന്നെത്തുന്നത് വരേക്കും നിന്റെ റബ്ബിനെ നീ ആരാധിക്കുകയും ചെയ്യുക. ഇത് അധ്യായം 15, 99 വചനമാണ്. ഇവിടെ അൽ യഖീന്, യഖീനിൻ്റെ നമുക്ക് സുപരിചിതമായ ഭാഷാർത്ഥം, ഡിക്ഷണറി അർത്ഥം ഉറപ്പായ അറിവെന്നാണ്, അല്ലേ? യഖീൻ എന്ന് പറഞ്ഞാൽ അറബി അറിയാത്ത ആൾക്ക് പോലും അറിയാം. യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായ അറിവ്. ഇനി തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നു, സൂഫികൾ ഇതിന് ഈ ഭാഷാർത്ഥം കൊടുത്തു, ഉറപ്പ് എന്നുള്ള. അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമായിരിക്കും: നിനക്ക് ഉറപ്പായ അറിവ് വന്നെത്തുന്നത് വരേക്കും നിന്റെ റബ്ബിനെ നീ ആരാധിക്കുകയും ചെയ്യുക. അഥവാ അള്ളാഹു ആണ് റബ്ബ് എന്ന് ഉറപ്പായാൽ പിന്നെ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതില്ല എന്ന് വരും. കാരണം ആയത്തിൽ അർത്ഥം അങ്ങനെ വരാം, വഅബ്ദുർ റബ്ബക, നിന്റെ റബ്ബിനെ നീ ആരാധിക്കുകയും ചെയ്യുക. ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് ഉറപ്പാകുന്നത് വരെ. അപ്പോൾ ഉറപ്പായാൽ അള്ളാഹു ആണ് റബ്ബ് എന്ന് ഉറപ്പായ പിന്നെ ആരാധിക്കണ്ട. അതിനാൽ സൂഫികൾ പറയും, നമുക്ക് റബ്ബ് അള്ളാഹു ആണ് എന്ന് ഉറപ്പായി, അതിനാൽ ഇനി നിർബന്ധ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതില്ല. അങ്ങനെ അവർ നിസ്കാരം, നോമ്പ് മുതലായ നിർബന്ധ കർമ്മങ്ങൾ നിർത്തുന്നു. നഊദുബില്ല, അല്ലാഹുവിൽ അഭയം. ഇത് നിങ്ങൾക്ക് തഫ്സീർ ഇബ്നു കസീറിൽ കാണാവുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. യഥാർത്ഥത്തിൽ മുൻഗാമികളായ സലഫുകളുടെ തഫ്സീറിൽ അൽ യഖീനിൻ്റെ അർത്ഥം മരണം എന്നാണ്. അതാണ് ശർഹിയായ അർത്ഥം. തഫ്സീർ ഇബ്നു കസീറിൽ വഖൗലുഹു വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ ഖാല അൽ ബുഖാരി ഖാല സാലിമുൻ അൽ മൗത്ത്. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ അൽ ബുഖാരി പറഞ്ഞു, സാലിം പറഞ്ഞു അത് മരണമാണെന്ന്. സാലിം ഹാദാ ഹുവ സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ, അബ്ദുല്ലാഹിൻ്റെ മകനാണ് സാലിം. താബീങ്ങളിലെ മഹാനായ പണ്ഡിതനാണ്. സഹാബാക്കളിൽ നിന്ന് നേരിട്ട് പഠിച്ച ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ മകനാണ്. അദ്ദേഹമാണ് യഖീൻ എന്ന് പറഞ്ഞ മരണം എന്ന് പറഞ്ഞത്. അതേപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ വിദ്യാർത്ഥിയായ ഇമാം മുജാഹിദും, അതേപോലെ പ്രഗത്ഭ താബി പണ്ഡിതന്മാരായ ഹസനുൽ ബസ്രി, ഖത്താദ, മറ്റുള്ളവരും ഇതേ ശർഈഅർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൗത്ത് എന്ന് പറഞ്ഞാൽ അപ്പം എന്തായിരിക്കും അർത്ഥം വരാ? നിനക്ക് മരണം വന്നെത്തുന്നത് വരേക്കും നിന്റെ റബ്ബിനെ നീ ആരാധിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും, തഫ്സീർ ഇബ്നുൽ കസീറിൽ കാണാം ഇതിൻ്റെ വിശദീകരണത്തിൽ, മരണം വരുന്നത് വരെ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുക. ഈ ആദരണീയമായ ആയത്തിൽ നിന്ന് അവൻ്റെ മനസ്സ് സുസ്ഥിരമായിരിക്കുന്നിടത്തോളം
നിസ്കാരം പോലെ മറ്റ് ആരാധനകളും മനുഷ്യൻ്റെ മേൽ നിർബന്ധമാണ് എന്നതിന് തെളിവ് ലഭിക്കുന്നു. അവനവൻ്റെ കഴിവിനനുസരിച്ച് അവ നിർവഹിക്കണം. ഇമ്രാൻ ബിൻ ഹുസൈനിൽ നിന്ന് സഹീഹ് ബുഖാരിയിൽ അല്ലാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിന്ന് നിസ്കരിക്കുക, നിനക്കത് സാധ്യമല്ലെങ്കിൽ ഇരിക്കുക, അങ്ങനെയും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുക. ഇത് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു കസീറിൽ കാണാം. അഥവാ മരണം വരെ നാം കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അല്ലാതെ സൂഫികൾ മനസ്സിലാക്കിയതുപോലെ റബ്ബ് അള്ളാഹുവാണ് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആരാധനകളും നിർത്തലല്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ചില കക്ഷികളെ നമുക്ക് പരിശോധിക്കാം. സൂറത്ത് മാഇദയിലെ 5-ാം അധ്യായം 35 ആയത്തിലെ വചനം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വബ്തഗൂ ഇലൈഹി അൽ വസീല. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വയുള്ളവരാവുക, അവനിലേക്ക് വസീല തേടുക. അപ്പോൾ ഈ ആയത്തിലെ വസീല തേടുക അങ്ങനെ മാർഗം തേടുകയാണ്. അതിന് ഇവരെന്താക്കി, വിധി കക്ഷികൾ എന്താക്കി, അത് ഇടയാളങ്ങളാക്കിയിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണപ്പെട്ടവരെ വിളിക്കാനാണെന്ന് ഈ വിധി കക്ഷികൾ പറയുന്നു. എന്നാൽ സഹാബികളുടെ സലഫുകളുടെ തഫ്സീറുകളിൽ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അങ്ങനെ പറയുന്നില്ല. ഒരു പ്രവാചകനും അലൈഹിമുസ്സലാം സഹാബിയോ റളിയല്ലാഹു അൻഹും മരണപ്പെട്ടവരെ വിളിച്ചിട്ടില്ല. മാത്രമല്ല, വിളിക്കാൻ പാടില്ല. ആ വിളി നരകത്തിൽ സ്ഥിരതാമസത്തിന് കാരണമാകുന്ന, കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാൻ കാരണമാകുന്ന ശിർക്ക് എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ അള്ളാഹും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളും സലാത്ത് ചൊല്ലുക എന്ന സൂറത്ത് അഹ്സാബിലെ 33-ാം അധ്യായം 56-ാം വചനത്തിലെ ആയത്ത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന് തെളിവാണെന്ന് പറയും. എന്നാൽ സഹാബികളുടെ സലഫുകളുടെ തഫ്സീറുകളിൽ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അങ്ങനെ പറയുന്നില്ല. ഒരു പ്രവാചകനും അലൈഹിസ്സലാം സഹാബിയോ റളിയല്ലാഹു അൻഹു ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അന്നും ഇത് ചെയ്യാമായിരുന്നു. അവർ ചെയ്യാത്തതിൽ നിന്ന് നാം ദീനെന്ന് പറഞ്ഞ് ചെയ്താൽ അത് നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന ബിദ്അത്താണെന്നുള്ള പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അതേപോലെ ഭരണകൂടത്തിനെതിരെ തെരുവിൽ സമരം ചെയ്യാൻ തഅമുറൂന ബിൽ മഅറൂഫ് തൻഹൗന അനിൽ മുൻകർ എന്ന ആയത്തുകൾ, നന്മ കൽപ്പിക്കുക തിന്മ തടയുക എന്ന ആയത്തുകൾ ചില കക്ഷികൾ ഉദ്ധരിക്കും. എന്നാൽ സഹാബികളുടെ സലഫുകളുടെ തഫ്സീറുകളിൽ ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ അങ്ങനെ പറയുന്നില്ല. ഒരു പ്രവാചകനോ അലൈഹിമുസ്സലാം ഒരു സഹാബിയോ റളിയല്ലാഹു അൻഹു ഭരണകൂടത്തിനെതിരെ സമരം ചെയ്തിട്ടില്ല. അന്നും ഇത് ചെയ്യാമായിരുന്നു. അവർ ചെയ്യാത്തത് ഇന്ന് നാം ദീനെന്ന് പറഞ്ഞ് ചെയ്താൽ അത് നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന ബിദ്അത്താണെന്നല്ലേ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അതേപോലെ ഒരു വിധി കക്ഷി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക, ഫീ സബീലില്ല എന്ന് പറയുന്ന ആയത്തുകൾ ഉദ്ധരിച്ച് വിജ്ഞാനമില്ലാത്തവർ 3 ദിവസം 10 ദിവസം 40 ദിവസം 4 മാസം 1 വർഷം എന്നിങ്ങനെ കുടുംബവും കച്ചവടവും നാടും വിട്ട് ദീനിൻ്റെ പരിശ്രമം എന്ന് പറഞ്ഞ് മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് പുറപ്പെടുന്നു. എന്നാൽ സഹാബികളുടെ സലഫുകളുടെ തഫ്സീറുകളിൽ ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ അങ്ങനെ പറയുന്നില്ല. പ്രവാചകനോ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോ റളിയല്ലാഹു അൻഹും സലഫുകളോ ഈ ഒരു രീതിയിൽ മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് പുറപ്പെട്ടിട്ടില്ല. ദഅവത്തിന് വേണ്ടിയൊന്നും ഒന്ന് ഇൽമില്ലാത്തവർ അറിവില്ലാത്തവർ ഇങ്ങനെ മസ്ജിദ് കേന്ദ്രീ പുറപ്പെട്ടതുപോലെ അങ്ങനെ പ്രവാചകനോ സഹാബാക്കളോ റളിയല്ലാഹു അൻഹും സലഫുകളോ പുറപ്പെട്ടിട്ടില്ല. അന്നും ഇത് ചെയ്യാമായിരുന്നു. അവർ ചെയ്യാത്തതിൽ നിന്ന് നാം ദീനെന്ന് പറഞ്ഞ് ചെയ്താൽ അത് നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന ബിദ്അത്താണെന്നല്ലേ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അതേപോലെ സൂര്യനും ചന്ദ്രനും കണക്കാകുന്നു. വശംസു വൽ ഖമറു ഹുസ്ബാൻ, സൂര്യനെയും ചന്ദ്രനെയും അവൻ സമയത്തിൻ്റെ കണക്കുമാക്കിയിരിക്കുന്നു എന്ന സൂറത്ത് അന്നാമിലെ അധ്യായം 6 96-ാം വചനവും ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്,
കൊല്ലങ്ങളുടെ എണ്ണവും കണക്കും നിങ്ങൾക്കറിയാൻ വേണ്ടി എന്നൊക്കെ പറയുന്ന ആയത്തുകൾ മാസപ്പിറവി നിർണയത്തിന് ഗോളശാസ്ത്ര കണക്ക് ഉപയോഗിക്കാൻ തെളിവായി ചിലർ ഉദ്ധരിക്കും. എന്നാൽ സഹാബികളുടെ സലഫുകളുടെ തഫ്സീറുകളിൽ ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ അങ്ങനെ പറയുന്നില്ല. പ്രവാചകനോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോ റളിയല്ലാഹു അൻഹു മാസപ്പിറവി നിർണയത്തിന് ഗോളശാസ്ത്ര കണക്ക് ഉപയോഗിച്ചിട്ടില്ല. അന്നും ഇത് ചെയ്യാമായിരുന്നു. കാരണം ഗോളശാസ്ത്ര കണക്ക് അറിയുന്ന ജൂതന്മാർ അന്നുണ്ടായിരുന്നു. ജൂതന്മാരുടെ അടുത്ത് നിന്നും നമുക്ക് വിജ്ഞാനം തേടാമല്ലോ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്ത് നിന്ന് പഠിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് സഹീഹ് ബുഖാരിയുടെ കണക്ക് നിരോധിച്ചു എന്ന് ഹദീസിൻ്റെ ശറഹിൽ വായിക്കാം, നിങ്ങൾക്ക് കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്ക് എന്നേക്കുമായി നിരോധിക്കുകയും ഹിലാൽ നിർബന്ധമായും കാണണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ആരെങ്കിലും ആയത്തോ ഹദീസോ തെളിവായി ഉദ്ധരിച്ചാൽ നാം പരിശോധിക്കുക, സഹാബികളുടെ റളിയല്ലാഹു അൻഹും സലഫുകളുടെ തഫ്സീറിൽ അങ്ങനെ പരാമർശിച്ചിട്ടുണ്ടോ? അവർ ആയത്തോ ഹദീസോ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരുടെ കർമ്മം എങ്ങനെയായിരുന്നോ? ഇങ്ങനെ നമുക്ക് ഇൻഷാ അല്ലാഹ് സത്യം കണ്ടെത്താൻ കഴിയും. ആയത്തുകൾ ഹദീസുകൾ ഉദ്ധരിക്കുന്നവരോട് അവർ പറയുന്ന രീതിയിലുള്ള കർമ്മം സഹാബികളുടെ സലഫുകളുടെ തഫ്സീറിൽ കാണിച്ചു തരാൻ ആവശ്യപ്പെടുക. ബാറക്കല്ലാഹു ഫീക്കും. വിധി കക്ഷികളും അംഗീകരിക്കുന്ന സഹാബികളുടെ സലഫുകളുടെ തഫ്സീർ ഉള്ളതാണ് ഇബ്നു കസീർ, തബരി, ബഗാവി പോലത്തെ തഫ്സീറുകൾ. ബാറക്കല്ലാഹു ഫീക്കും. അതിൽ നിങ്ങൾക്ക് സഹാബാക്കളുടെയും സലഫുകളുടെയും തഫ്സീറുകൾ കാണാം. അതുകൊണ്ട് നാം സഹാബികളുടെ റളിയല്ലാഹു അൻഹു സലഫുകളുടെ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തഫ്സീറുകൾ വായിക്കുക. കാരണം സഹാബത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നേരിട്ട് പഠിച്ചവരാണ്. അവർ നേരിട്ട് കണ്ടതാണ് വഹി ഇറങ്ങുന്നത്. നേരിട്ട് പഠിക്കുകയും സംസാരിക്കുകയും ചെയ്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് പഠിച്ചു. നമ്മൾ ആയത്തുകളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ തെളിവുകളൊക്കെ ഉദ്ധരിച്ചു. അതുകൊണ്ട് സത്യം അഥവാ അള്ളാഹുവിൻ്റെ വിശദീകരണം സലഫുകളുടെ തഫ്സീറിലാണ് ഉണ്ടാവുക, സഹാബത്തിൻ്റെ തഫ്സീറിലാണ് ഉണ്ടാവുക. പിന്നെ ശേഷം വന്ന പണ്ഡിതന്മാർ അതിന് വൈരുദ്ധ്യം വരാതെ വിശദീകരിച്ച തഫ്സീറുകൾ. ബാറക്കല്ലാഹു ഫീക്കും. അതല്ലാത്ത തഫ്സീറുകൾ വായിച്ചാൽ പിഴച്ചു പോകാം. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഖുർആനിലെയും സുന്നത്തിലെയും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ സഹാബികൾ റളിയല്ലാഹു അൻഹു ഐക്യത്തിലാണ്. അവർക്കിടയിൽ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഭിന്നത ഉണ്ടായിട്ടില്ല. എന്നാൽ ശാഖാപരമായ വിഷയങ്ങളിൽ സഹാബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇത് അനുവദനീയമാണ്. ശാഖാപരമായ വിഷയങ്ങളെക്കുറിച്ച് ഹദീസിൽ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇദാ ഹകമൽ ഹാകിമു ഫജ്തഹദ സുമ്മ അസാബ ഫലഹു അജ്റാനി വഇദാ ഹകമ ഫജ്തഹദ സുമ്മ അഖ്ത ഫലഹു അജ്റുൻ. ഇസ്തിഹാദ് അഥവാ ഗവേഷണം ചെയ്യുന്ന ഒരു പണ്ഡിതൻ ശരിയായാൽ അദ്ദേഹത്തിന് 2 പ്രതിഫലമുണ്ട്. ഇങ്ങനെ 2 പ്രതിഫലം കിട്ടാം. ശരിയായ രീതിയിൽ ഗവേഷണം ചെയ്തതുകൊണ്ടും ശരിയായ ഫലത്തിലെത്തിയത് കൊണ്ടും. ഇനി ഗവേഷണം ഇസ്തിഹാദ് തെറ്റിയാലോ 1 പ്രതിഫലമുണ്ട്. ശരിയായ രീതിയിൽ ഗവേഷണം ഇസ്തിഹാദ് ചെയ്തതുകൊണ്ട് 1 പ്രതിഫലം, പക്ഷേ തെറ്റായ ഫലത്തിൽ എത്തിയത് കൊണ്ട് കുറ്റമില്ല. ഈ ഹദീസ് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതാണ്. അതുകൊണ്ട് ശാഖാപരമായ വിഷയങ്ങളിൽ ഭിന്നത അനുവദനീയമാണ്. എന്നാൽ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഭിന്നത അനുവദനീയമല്ല. അതുകൊണ്ട് നാം അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഭിന്നിക്കരുത്. സഹാബാക്കളുടെ സലഫുകളുടെ തഫ്സീറുകൾ പരിശോധിച്ച് നാം സത്യത്തിലേക്കും ഐക്യത്തിലേക്കും എത്തണം. ശാഖാപരമായ വിഷയങ്ങളിലും സത്യമൊന്നേ ഉള്ളൂ. അതുകൊണ്ട് ശാഖാപരമായ വിഷയങ്ങളിലും സത്യം കണ്ടെത്താൻ നാം ആത്മാർത്ഥമായി ശ്രമിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമുക്കിവിടെ നിർത്താം. ബാറക്കല്ലാഹു ഫീക്കും. ഹഫിദകുമുല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.